പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആദ്യത്തെ നമ്മളുടെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സിലബസ് വളരെ വാസ്റ്റ് ആയിട്ട് പല കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുള്ള MDG ആൻഡ് SDG വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എല്ലാ തവണയും എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നു കണ്ടിട്ടുള്ള ഒരു ഭാഗം കൂടെയാണ് MDG SDG. MDG SDG നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നിരാശരാവേണ്ട സാധ്യത വളരെ കുറവാണ്. കാരണം അറ്റ്ലീസ്റ്റ് 1 or 2 ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ് ഫ്രം ദറ്റ് ഏരിയ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ എൻവയൺമെന്റ് ഇന്ററാക്ഷനിൽ നമ്മളുടെ ആന്ത്രോപോജനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ കോൺസിക്വൻസസ്, ഇതൊക്കെ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ള ഏരിയകളാണ്. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് പോലും ആ ഒരു പാർട്ട് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമുക്കത് ഏതാണെന്നൊക്കെ നോക്കാം. എൻവയോൺമെന്റൽ ഇഷ്യൂസ്, പൊല്യൂഷൻ, അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പുകൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട ഏരിയകളായിട്ട് സിലബസിൽ കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ആൻഡ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, എനർജി റിസോഴ്സസ്, ഇതൊക്കെ സാധാരണ വരാറുള്ള ഏരിയകളാണ്. നാച്ചുറൽ ഹസാർഡ്സും ഡിസാസ്റ്റേഴ്സും ഒക്കെ സാധാരണ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ള ഏരിയകളാണ്. ഇപ്പൊ ഈ പറഞ്ഞ പൊല്യൂട്ടൻസ് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് എങ്ങനെ ഹ്യൂമൻ ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യും, അത്തരം വിഷയങ്ങളിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമ്മളുടെ കൺവെൻഷൻസ്, ട്രീറ്റീസ്, ഇനീഷ്യേറ്റീവ്സ്, ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ്, ഇതും കാര്യമായിട്ട് എല്ലാ തവണയും മുടങ്ങാതെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകളാണ്. മോൺട്രിയൽ പ്രോട്ടോക്കോളും, റിയോ സമ്മിറ്റും, ക്യോട്ടോ പ്രോട്ടോക്കോളും, പാരീസ് അഗ്രിമെന്റും, അങ്ങനെ ഒരുപാട് കൺവെൻഷൻസും ട്രീറ്റീസും ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു പാർട്ട് കൂടെയാണ്. ഇതാണ് സിലബസ് അറ്റ് എ ഗ്ലാൻസ്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ PYQ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു സിമ്പിൾ വൺ, നിങ്ങൾക്കൊരു ഇരുന്ന് വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാൻ. ലെറ്റ്സ് ബിഗിൻ വിത്ത് എ PYQ. പ്ലീസ് ആൻസർ. സോറി, സ്ക്രീൻ വിസിബിൾ അല്ലേ? Sorry, I'm not able to see the screen. I'm really sorry. ഞാൻ ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻസർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആൻസർ B ആണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ്സ് വെരി കറക്റ്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ എർത്തിലേക്ക് എത്തുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് വിത്തൗട്ട് എനി ഡൗട്ട് നമുക്കിതിൽ ഒരെണ്ണം നമുക്ക് ഉറപ്പിച്ച് പറയാം. വിസിബിൾ റേസ് ഓക്കെയാണ്. പിന്നെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് UV റേസ് നമ്മുടെ ശരീരത്തിൽ പറ്റി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ്, ഇതും നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടുള്ള സാധനങ്ങളാണ്. വിസിബിൾ ലൈറ്റ് എന്തായാലും നമ്മൾ എർത്തിലേക്ക് റീച്ച് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഒരു പരിധിവരെ പാർഷ്യലി അൾട്രാവയലറ്റ് റേഡിയേഷനും ഇൻഫ്രാറെഡ് റേഡിയേഷനും ഒക്കെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് CDE. ഇതിൽ നമ്മൾ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ് റേഞ്ച് ഓഫ് എല്ലാ ലൈറ്റിനെയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്പെക്ട്രത്തിന് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇതിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള, ഹ്യൂമൻ ബീങ്സിന് വിസിബിൾ ആയിട്ടുള്ള ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ പറയാറുള്ള വിബ്ജിയോർ എന്നൊക്കെ നമ്മൾ ചെറിയ ഷോർട്ട് നെയിമിൽ പറയാറുള്ള വിസിബിൾ ലൈറ്റ്സ്. ഇതിൽ നമ്മളിപ്പോ പറയുന്ന വയലറ്റ്, അതുപോലെ തന്നെ ഒരു തലക്ക് വയലറ്റ്, ഒരു തലക്ക് റെഡ്, ഇതാണ് വിബ്ജിയോറിൽ വരുന്ന ലൈറ്റ്സ്. ഇതിനേക്കാൾ വേവ് ലെങ്ത് കൂടിയതും കുറഞ്ഞതും ഒക്കെ അപ്പുറത്തേക്ക് ഉണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഹ്യൂമൻ ഐസ് കൊണ്ട് കാണാൻ പറ്റാത്തതായിരിക്കും. മേ ബി അതർ അനിമൽസിനൊക്കെ അത്തരം വേവ്സിനൊക്കെ കാണാനുള്ള എബിലിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളുടെ
വിസിബിൾ ലൈറ്റ് റെഡിനേക്കാൾ കൂടുതൽ വേവ് ലെങ്ത് ഉള്ള പാർട്ടാണ് ഇൻഫ്രാറെഡും മൈക്രോവേവും റേഡിയോ വേവ്സും അങ്ങോട്ട് പോകുന്നത്. വയലറ്റിനേക്കാൾ വേവ് ലെങ്ത് കുറവുള്ള വേവ്സ് ആണ് അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറ ഈ രീതിയിലേക്ക് പോകുന്നത്. വേവ് ലെങ്ത് കുറയുന്നതിനനുസരിച്ച് ഇതിന്റെ എനർജി ലെവൽസ് കൂടുകയും ചെയ്യും. അതായത് അൾട്രാ വയലറ്റ് എന്ന് അങ്ങോട്ട് എക്സ്റേ, ഗാമാറ അങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇതിന്റെ എനർജി ലെവലും ഹൈ ആയി പോകും. അപ്പോൾ എർത്തിന് അതിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. അതിന് നമ്മൾക്ക് ഹ്യൂമൻ ബീങ്സിന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ കടത്തി വിടാറില്ല. അതുകൊണ്ട് തന്നെ വിസിബിൾ ലൈറ്റ്സ് ആണ് കാര്യമായിട്ട് നമ്മൾക്ക് എർത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ പാർഷ്യലി ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും ഒക്കെ എത്തുന്നുണ്ട്. എന്നാൽ മനുഷ്യന്മാർക്ക് അത്ര ഗുണകരമല്ലാത്ത മൈക്രോവേവ്സും റേഡിയോ വേവ്സും എക്സ്റേസും ഗാമാറേസും ഒക്കെ അവിടെ തടയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. എർത്തിന്റെ സർഫസിലേക്ക് എത്താതെ തന്നെ അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ട്. കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ബേസിക് ആ ഒരു 10th ലെവലുള്ള ഒരു നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇതും നമുക്ക് ഇപ്പൊ നിങ്ങൾ ഡിസാസ്റ്ററിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പഠിച്ചില്ല എന്നാൽ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രൈ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ നോക്കിയാൽ. ട്രൈ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ സ്പീഡിലാവണം. ബയോളജിക്കൽ ഡിസാസ്റ്റർ ഉണ്ട്, ജിയോ ഫിസിക്കൽ ഡിസാസ്റ്റർ ഉണ്ട്, ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ഡിസാസ്റ്റർ ഉണ്ട്, ആന്ത്രോപോജനിക് ഡിസാസ്റ്റർ ഉണ്ട്. ആൻഡ് വി ഹാവ് ടു കണക്ട് ഇറ്റ് വിത്ത് ദ കോൺസിക്വൻസസ്. എന്തായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? സോറി, A2, that's true. ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സിൽ പെട്ടതാണ് എപ്പിഡമിക്, പാൻഡമിക്, ഇൻസെക്ട് ഇൻഫെസ്റ്റേഷൻസ്. ഇതൊക്കെ ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സിൽ പെടുന്നതാണ്. വാട്ട് അബൌട്ട് ജിയോ ഫിസിക്കൽ ഡിസാസ്റ്റേഴ്സ്? B4, that's true. നമ്മൾ ജിയോളജിക്കൽ ഡിസാസ്റ്റേഴ്സിനാണ് ജിയോ ഫിസിക്കൽ ഡിസാസ്റ്റേഴ്സ് സാധാരണ രീതിയിൽ പറയാറുള്ളത്. അതായത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയുടെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് ജിയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്, അതർവൈസ് ജിയോ ഫിസിക്കൽ ഡിസാസ്റ്റേഴ്സ്. എർത്ത് ക്വേക്കും വോൾക്കാനോ അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സ് ഇതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. ആൻഡ് വാട്ട് അബൌട്ട് ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ഡിസാസ്റ്റർ? ആ വാക്കിൽ തന്നെയുണ്ട് സിസിക്കൽ ടു 1. ഹൈഡ്രോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു വാട്ടർ, നമുക്കറിയുന്ന കാര്യമാണ്. സോ ഫ്ലഡും ഡ്രോട്ടും ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. ആൻഡ് ദർ ഈസ് അനദർ ടേം ആൾസോ മെറ്റീരിയോളജിക്കൽ. മെറ്റീരിയോളജി എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു വെദർ. കോമൺലി ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റേഴ്സും മെറ്റീരിയോളജിക്കൽ ഡിസാസ്റ്റേഴ്സും വേറെ വേറെ തന്നെ പറയാറുണ്ട്. ബട്ട് അത് കോമൺ ആയിട്ട് പറയുന്നതിലും തെറ്റില്ല. വെതർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും സ്വാഭാവികമായിട്ടും വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ ബാധിക്കാറുണ്ട്. സോ അതിനെ കമ്പൈൻ ചെയ്ത് എക്സാമിന് ചോദിച്ചു എന്ന് മാത്രം. സോ ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ഡിസാസ്റ്റേഴ്സിൽ പെടുന്നതാണ് ഫ്ലഡും ഡ്രോട്ടും സ്റ്റോമും ഒക്കെ. ആൻഡ് ഫൈനലി വി ഹാവ് ആന്ത്രോപോജനിക് ഡിസാസ്റ്റർ. ആന്ത്രോപോജനിക് എന്ന് പറയുമ്പോൾ തന്നെ ഹ്യൂമൻ മെയ്ഡ് എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത്. അതിൽ പെടുന്നതാണ് ഇവിടെ കൊടുത്തുള്ള ട്രാൻസ്പോർട്ട് ഡിസാസ്റ്റർ, റൈറ്റ്, കോൺഫ്ലിക്റ്റ്, ജനോസൈഡ്. ഇതൊക്കെ ആന്ത്രോപോജനിക് ഡിസാസ്റ്റേഴ്സിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു വലിയൊരു ട്രാൻസ്പോർട്ട് ഡിസാസ്റ്റർ ഉണ്ടായി, ഒരു വലിയ ട്രെയിൻ അപകടമൊക്കെ ഉണ്ടായി. അത് നാച്ചുറലി സംഭവിക്കുന്നതല്ല, മനുഷ്യന്മാരുടെ പിഴവുകൊണ്ട് സംഭവിക്കുന്നതാണ്. സോ ദാറ്റ്സ് ആന്ത്രോപോജനിക് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ എന്നുള്ള ഒരു ഏരിയ ഒരു വട്ടം പോലും നോക്കാത്ത ആൾക്ക് പോലും കുറഞ്ഞൊരു നല്ല ഗസ് വർക്ക് കൊണ്ട് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും സാധാരണ രീതിയിൽ വരാറുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ പഠിച്ചു പോയത് തന്നെ വരണമെന്നില്ല. ചില സമയത്ത് അപ്പൊ വരുന്ന യുക്തിയും ലോജിക്കും ഉപയോഗിച്ച് നമുക്ക് പല ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ജിയോ ഫിസിക്കൽ അതിൽ പെടുന്നത് ഏതൊക്കെയാണ്, ബയോളജിക്കൽ എന്തൊക്കെ വരാം, മെറ്റീരിയോളജിക്കൽ എന്തൊക്കെ വരാം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്. മെറ്റീരിയോളജിക്കലില് സാധാരണ രീതിയിൽ വെതർ റിലേറ്റഡ് ആയിട്ടുള്ള ടോർണാഡോ, ട്രോപ്പിക്കൽ ആൻഡ് എക്സ്ട്രാ ട്രോപ്പിക്കൽ, സൈക്ലോൺ, സ്റ്റോം ഇതൊക്കെയാണ് പറയാറുള്ളത്. ഹൈഡ്രോളജിക്കലിൽ വാട്ടർ റിലേറ്റഡ് ആയിട്ട് സുനാമി, ഫ്ലഡ്, ഹെയിൽ സ്റ്റോം. ആൻഡ് ക്ലൈമറ്റോളജിക്കൽ എന്ന് പറയുന്ന വേറൊരു കാറ്റഗറിയോടെ പറയാറുണ്ട്. ഇതിലുള്ള മിക്ക കാര്യങ്ങളും മെറ്റീരിയോളജിക്കലിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് അതിനെ കമ്പൈൻ ചെയ്തും പറയാറുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്.
ഇത് നമ്മൾ പഠിച്ചാൽ മാത്രം കിട്ടുന്നതാണ്. അത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ ടേം പരിചയമുണ്ടോ? യൂട്രോഫിക്. someone texted ഗാസ. യെസ്. ഇപ്പൊ ആന്ത്രോപോജനിക് ഡിസാസ്റ്ററിൽ, സോറി, ആന്ത്രോപോജനിക് ഡിസാസ്റ്ററിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ജനോസൈഡും കാര്യങ്ങളൊക്കെ. ദാറ്റ്സ് ട്രൂ. യൂട്രോഫിക്കേഷൻ, ഈ ടേം പരിചയമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് പറയാം. ഓർ just try to do one guesswork. That's true. Someone answered two. Answer രണ്ടാണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എൻഹാൻസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് സബ്സിക്വന്റ് ഓക്സിജൻ ഡിപ്ലീഷൻ ഓഫ് വാട്ടർ. ദാറ്റ്സ് വെരി കറക്റ്റ്. എന്താണ് ഇപ്പോ ഈ കോൺസെപ്റ്റ് യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുക. അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ അത് പിന്നെ ഒട്ടും പ്രയാസമില്ല. നമ്മളൊരു ഓൺ ദ സ്പെർ ഓഫ് ദ മൊമെന്റ് നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ വാട്ടർ ബോഡി becomes extremely rich in nutrients, especially nitrogen and phosphorus. This nutrient overload leads to excessive growth of plants and algae. ഒരു വാട്ടർ ബോഡി എക്സ്ട്രീംലി റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആവുക, പ്രത്യേകിച്ചും നൈട്രജനും ഫോസ്ഫറസും അതിൽ ധാരാളമായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂട്രിയന്റ് ഓവർലോഡ് കാരണം ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോത്തും, പ്രത്യേകിച്ച് ആൽഗെ, പായൽ പോലത്തെ സാധനങ്ങൾ അതിൽ എക്സസീവ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാകാം. ഈ ഒരു പരിപാടിക്ക് പറയുന്നവരാണ് യൂട്രോഫിക്കേഷൻ. സ്വാഭാവികമായിട്ടും ഇതിലുള്ള ഇങ്ങനെ പായലൊക്കെ മൂടിക്കിടക്കുന്ന പുഴകൾ, കുളങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് ഇതാണ് യൂട്രോഫിക്കേഷൻ. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൽ പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പോ കൃഷിയിലൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽ സാധനങ്ങളൊക്കെ വാട്ടർ ബോഡീസിലേക്ക് എത്തുന്നത് വഴിയും മറ്റൊക്കെയാണ് ഇത് സംഭവിക്കാന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ, ഇത് കോൺസെപ്റ്റ് ഈസ് നമ്മളെ വാട്ടർ ബോഡീസ് ന്യൂട്രിയൻ റിച്ച് ആവുക, നൈട്രജനും ഫോസ്ഫറസ് ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാവുക. അത് കാരണം പ്ലാന്റിന്റെ അൽഗെ ഇത്തരം സാധനങ്ങളുടെ ഒക്കെ ഗ്രോത്ത്, പായലൊക്കെ ധാരാളമായിട്ട് വളർന്ന് പിടിക്കുക. ഇതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സസീവ് ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ ലീഡിംഗ് ടു ദ ആൽഗൽ ബ്ലൂംസ് എന്നും പറയാറുണ്ട്. ഇതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയാം. ജസ്റ്റ് ഗോ ത്രൂ ദ പിക്ചർ. അതിലേക്കൊന്ന് പോയി നോക്കൂ. വാട്ടർ ആൻഡ് ഫെർട്ടിലൈസർ റൺ ഓഫ് ആൻഡ് ലീച്ചിങ്. ഫെർട്ടിലൈസേഴ്സ് ഒക്കെ റൺ ഓഫ് വാട്ടറിൽ വന്ന് വാട്ടർ ബോഡീസിലേക്ക് അടിക്കുന്നു. നൈട്രജനും ഫോസ്ഫറസും അതിൽ ധാരാളമായിട്ട് ഉണ്ടാകുന്നു. അബണ്ടൻസ് ഓഫ് ന്യൂട്രിയൻസ് കോസ് അൽഗെ ബ്ലൂം. ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടാകുന്ന സമയത്ത് പായലൊക്കെ അതിൽ നന്നായിട്ട് തഴച്ചു വളരുന്നു. സ്വാഭാവികമായിട്ടും സൺലൈറ്റ് വെള്ളത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനെ അത് തടയുന്നു. ഒരു പായൽ മൂടിക്കിടക്കുകയാണ്, താഴത്തേക്ക് സൺലൈറ്റ് ഒന്നും കൃത്യമായിട്ട് പാസ് ചെയ്യപ്പെടുന്നുണ്ടാവില്ല. ഒബ്വിയസ്ലി ലാക്ക് ഓഫ് ഓക്സിജൻ സഫോക്കേറ്റ്സ് ഫിഷ്. താഴെയുള്ള വാട്ടറിൽ ഉണ്ടാകുന്ന മത്സ്യങ്ങൾക്കും മറ്റൊക്കെ കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. മൊത്തത്തിൽ ആ ഒരു വെള്ളത്തിന്റെ എല്ലാ ഗുണങ്ങളും നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഇതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. നമുക്ക് സിമ്പിൾ ഗസ് വർക്ക് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു one of the major important part of പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, MDG ആൻഡ് SDG. നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ടേമുകളായിരിക്കും. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്നുമില്ലല്ലോ. ഈ രണ്ട് ടേമുകൾ ഫസ്റ്റ് ടൈം നെറ്റ് എഴുതുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പുതിയതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും അറ്റംപ്റ്റ് നടത്തിയ ആളുകൾ ഈ വേർഡുകൾ കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ഫ്രഷ് ആയിട്ടുള്ള ആളുകളുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതിനു മുമ്പ് ഓക്കെ, എന്താണ് MDG? MDG എന്നതിന് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആണ് അതിന്റെ ഫുൾ ഫോം. 2000 ആണ്ട് പിറവിയെടുത്ത സമയത്ത് അന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്. കുറച്ച് വിഷയങ്ങളിൽ നമ്മൾക്കൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കുറെ ഏരിയയിൽ നമ്മൾ ഡെവലപ്മെന്റ് ഗോൾസ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു UN ആഭിമുഖ്യത്തിൽ 2000 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു പരിപാടിയാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. ഇത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു ഗോൾസ് സെറ്റ് ചെയ്ത് കൊടുത്തത്. സെറ്റ് ഓഫ് 8 ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ്. ആരാണത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? യുണൈറ്റഡ് നേഷൻസ് ആണ്. 2000 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരു ടാർഗറ്റ് ഇയർ കൂടെ സെറ്റ് ചെയ്തു, 2015 ആവുമ്പോഴേക്ക് പല വിഷയങ്ങളിലും നമ്മൾക്ക് എന്താകണം, പല ഡെവലപ്മെന്റൽ ഗോൾസും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് നമുക്ക് ആ സമയമാകുമ്പോഴേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നതായിരുന്നു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് 2015 തന്നെ പുതിയൊരു അടുത്ത ഒരു ടേമിലേക്കുള്ള ഡെവലപ്മെന്റ് ഗോൾസ് സെറ്റ് ചെയ്തു. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2015 മുതൽ ഇപ്പോഴും ഓൺഗോയിങ് ആണ്. 2030 വരെ നീണ്ടു നിൽക്കുന്ന ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. MDG കേവലം ഡെവലപ്പിംഗ് കൺട്രീസിന് മാത്രം യു എന്നിന്റെ ഒരു ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഗോൾസ് ആയിരുന്നെങ്കിൽ, SDG എല്ലാ രാജ്യങ്ങളെയും ഉൾക്കൊണ്ട് ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് എല്ലാവരും ഒരുപോലെ അച്ചീവ് ചെയ്യേണ്ട ഡെവലപ്മെന്റ് ഗോൾസ് ആണ് നമ്മൾ SDGയിൽ ഇപ്പോൾ നമ്മൾ ഓൺഗോയിങ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് അതിന്റെ ഒരു ബേസിക് ഐഡിയ. ഇനി MDGയിലും SDGയിലും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. MDGയിലും SDGയിലും വി ഹാവ് ഡെഫിനിറ്റ് ഗോൾസ്. 8 ഗോൾസ് ആണ് MDGയിലുള്ളതെങ്കിൽ SDGയിൽ അത് 17 ഗോൾസ് ആണ്. ഇതൊക്കെ ഇതിലുള്ള ഓരോ കാര്യങ്ങളും എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ യു മേ ബി ആസ്ക്ഡ് ഇൻ ദ വെരി നെക്സ്റ്റ് എക്സാം MDG ഗോൾസ് എന്നിട്ട് താഴെ ഓപ്ഷൻ കൊടുക്കും 8, 6, 3, 4, 17 എന്ന് കൊടുക്കും. അപ്പൊ അത് 8 എന്ന് സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റുകയെന്നുള്ളതാണ് അവിടെ 2 മാർക്ക് കിട്ടാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പരിപാടി. ചിലപ്പോൾ അങ്ങനെയും ചോദിച്ചേക്കാം. കഴിഞ്ഞ എക്സാമിന് ഇതേപോലെ എത്ര ഗോൾസ് ആയിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ MDG 8 ഗോൾസ് ആണ് എന്നത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. എന്താണ് ഗോൾ കൊണ്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ the overarching objectives that need to be achieved in order to bring about significant improvements in specific developmental areas. ചില ഡെവലപ്മെന്റൽ ഏരിയകളിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്, അതാണ് ഗോൾ കൊണ്ട് ഉദ്ദേശിച്ചത്. 17 ഗോൾസ് ആണ് SDGയിലുള്ളത്, 8 ഗോൾസ് ആണ് MDGയിലുള്ളത്. രണ്ടിന്റെയും ഫോക്കസ് ഏരിയയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഹവർ നമ്മൾ MDGയിൽ 8 ഗോൾസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് കുറച്ചുകൂടെ ബ്രോഡർ സ്കോപ്പിൽ കുറെ ഗോൾസ് സെറ്റ് ചെയ്തത് SDG ആയിരുന്നു. 17 ഗോൾസ് ആണ് SDGയിൽ വരുന്നത്. ഇനി ഗോൾസ് കുറച്ചുകൂടെ വാഗ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഓവർ-ആർക്കിംഗ് ടേം ആണ്. എന്നാൽ അതിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ടാർഗറ്റ്സ്. അപ്പൊ അതായത് ഒരു ഗോൾ ഉണ്ടാകും, ഇറാഡിക്കേറ്റ് പോവർട്ടി. അപ്പൊ അതിന് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് 2015 ആകുമ്പോഴേക്ക് പോവർട്ടി പകുതിയായിട്ട് കുറക്കുക, 1990-ലുള്ളതിനേക്കാൾ പകുതിയായിട്ട് കുറക്കുക. ദാറ്റ്സ് സ്പെസിഫിക്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ടാർഗറ്റ് എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തെ ഗോൾ ആയിട്ടുള്ള ഇറാഡിക്കേറ്റ് പോവർട്ടി എന്നുള്ളതിന്റെ അണ്ടറിൽ 1.1 ടാർഗറ്റ് ആയിട്ട് വരും. എന്താണ് അതിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. 1990-ൽ ഉണ്ടായതിനേക്കാൾ ദാരിദ്ര്യ പോവർട്ടി അല്ലെങ്കിൽ ഹങ്കർ നമ്മൾക്ക് എന്താക്കണം, പകുതിയായിട്ട് ചുരുക്കാൻ പറ്റണം. ഇത് ടാർഗറ്റ് ആണ്. ഇതാണ് ടാർഗറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും MDGയിലും SDGയിലും ഓരോ ഗോളിന്റെ അണ്ടറിലും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നിലധികം ടാർഗറ്റ്സ് ഉണ്ടാകാം. ഇതാണ് ടാർഗറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സ്പെസിഫിക് ആണ്. മെഷറബിൾ ഔട്ട്കംസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു അച്ചീവിംഗ് ഈച്ച് ഗോൾ. ഓരോ ഗോളും നമുക്ക് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്കംസിനെയാണ് നമ്മൾ ടാർഗറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ വളരെ ഡിഫൈൻ ചെയ്യാൻ, അതിനെ പ്രിസൈസ് ആയിട്ടുള്ള അതിന്റെ ഡയമെൻഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഓരോ ടാർഗറ്റും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. MDGയെ സംബന്ധിച്ചിടത്തോളം അതിൽ 21 ടാർഗറ്റുകളാണുള്ളത്. 8 ഗോളുകൾക്ക് അണ്ടറിലായിട്ട് 21ഓളം ടാർഗറ്റ്സ് ആണുള്ളത്. ആദ്യം 18 ആയിരുന്നു, പിന്നീട് ഇത് 21 ടാർഗറ്റ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. റൈറ്റ് നൗ ദർ ആർ 21 ടാർഗറ്റ്സ് അണ്ടർ 8 MDGs. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 8 ആണെങ്കിൽ അതിന്റെ അണ്ടറിൽ 21 ടാർഗറ്റ്സ് ആണുള്ളത്. ഇതിന്റെ കാലാവധി അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. എനിവേ ഇതിന്റെ ലാസ്റ്റ് സമയം ആയപ്പോഴേക്ക് 21 ടാർഗറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോ ടാർഗറ്റ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ദീസ് ടാർഗറ്റ്സ് ആർ കൺസൈസ് ആൻഡ് എയിമിംഗ് അറ്റ് അഡ്രസ്സിംഗ് അർജന്റ് നീഡ്സ് സച്ച് ലൈക്ക് ഹാവിംഗ് പോവർട്ടി, പകുതിയാക്കി കൊണ്ടുവരിക, ഇംപ്രൂവിംഗ് ലിറ്ററസി റേറ്റ്സ് ആൻഡ് റെഡ്യൂസിംഗ് മെറ്റേണൽ മോർട്ടാലിറ്റി. ഇങ്ങനെ പല സാധനങ്ങളിലും എത്ര സ്പെസിഫിക് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നതിനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് ടാർഗറ്റ്സ്. SDGയിൽ 169 ടാർഗറ്റ്സ് ആണുള്ളത്. 17 SDG കണ്ടറിലായിട്ട് 169 ടാർഗറ്റ്സ് ആണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഈ ടാർഗറ്റ്സും വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കും. കുറച്ചുകൂടെ നമ്മളുടെ ഈ പറഞ്ഞ SDGയിലുള്ള 17 ഗോൾസിനെ അതിന്റെ ഒരു വൈഡർ റേഞ്ചിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ആണ് നമ്മളുടെ SDGയിലുള്ള ഗോൾസും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആയിക്കോട്ടെ. ഇൻഫോർമേഷൻ, നമ്മളുടെ മീറ്റിംഗ് ചിലപ്പോൾ ഒരു 10 മിനിറ്റിൽ വൈൻഡപ്പ് ആകും. നമുക്ക് അരമണിക്കൂറിനുള്ള കണ്ടന്റ് ഉണ്ടായതുകൊണ്ടല്ല, സൂമിന്റെ ഒരു ടൈം സ്പാൻ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. 30-40 മിനിറ്റ് ആണ് അതിന് പറ്റുകയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ നമുക്ക് പറ്റുകയാണെങ്കിൽ
നാളത്തേക്ക് വരുന്ന ഓപ്ഷന് കാണാൻ ശ്രമിക്കാം. ഓക്കെ, ഗോൾസ് പറഞ്ഞു, അതിന്റെ അണ്ടറിൽ ടാർഗറ്റ്സ് വരുന്നു, അതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സിൽ ഇതിന്റെ ടാർഗറ്റിന്റെ അണ്ടറിൽ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി ക്വാളിറ്റേറ്റീവ്ലി അതിനെ മെഷർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്. മെഷേഴ്സ് യൂസ് ടു ആക്സസ് ദ പ്രോഗ്രസ് ടുവാർഡ്സ് അച്ചീവിംഗ് ദ ടാർഗറ്റ്സ്. ഈ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് എന്നതിനെ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആവശ്യമാണ്. MDGയെ സംബന്ധിച്ചിടത്തോളം 48 ഇൻഡിക്കേറ്റേഴ്സ്, അത് 8 MDG ഗോൾസ് ഉണ്ട്. അതിന്റെ അണ്ടറിൽ നമ്മൾ എത്ര സോറി 21 ടാർഗറ്റ്സ് ഉണ്ട്. അതിന്റെ അണ്ടറിൽ 48 ഇൻഡിക്കേറ്റേഴ്സ്. ഈ രീതിയിലാണ് വരുന്നത്. SDGയെ സംബന്ധിച്ചിടത്തോളം 17 ഗോൾസ്, 169 ടാർഗറ്റ്സ് ആൻഡ് 247 ഇൻഡിക്കേറ്റേഴ്സ്. ഈ 247 എന്നതിൽ ചെറിയൊരു കൺസേൺസ് പറയാറുണ്ട്. 238, 247 അങ്ങനെ 2-3 കണക്കുകൾ പറയാറുണ്ട്. അവർ 247 ഈസ് എ ആൾമോസ്റ്റ് കറക്റ്റ് നമ്പർ. 247 ഇൻഡിക്കേറ്റേഴ്സ് ആണ് SDGന്റെ അണ്ടറിലായിട്ട് വരുന്നത്. ഓക്കെ, എന്താണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് നമ്മൾ പറഞ്ഞു. 2000 ആണ്ടിൽ UN-ന്റെ ആഭിമുഖ്യത്തിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു 8 ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഗോൾസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞത്. 2015 കൂടെയാണ് ഈ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യണമെന്ന് UN നിർദ്ദേശിച്ചത്. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു UN മില്ലേനിയം സമ്മിറ്റ് ഉണ്ടായിരുന്നു. 2000 സെപ്റ്റംബർ ന്യൂയോർക്കിൽ വെച്ചാണ് ആ ഒരു സമ്മിറ്റ് കൂടിയത്. ആ സമ്മിറ്റിൽ കൂടിയിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അവരന്നൊരു ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ് കൊണ്ടുവരുന്നു. UN മില്ലേനിയം ഡിക്ലറേഷൻ എന്നാണ് അതിന്റെ പേര്. ഇത് അന്നത്തെ UN-ന്റെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള കോഫി അണ്ണൻ, അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്തത്തിൽ, ആഭിമുഖ്യത്തിൽ, അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി അന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, to build a global partnership aimed at improving living standards and reducing extreme poverty in the developing world. ഡെവലപ്പിംഗ് കൺട്രീസിൽ അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ലൈക്ക് എക്സ്ട്രീം പോവർട്ടി. അതിനൊക്കെ റെഡ്യൂസ് ചെയ്യുക, എറാഡിക്കേറ്റ് ചെയ്യുക, അറ്റ് ദ സെയിം ടൈം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് ലക്ഷ്യത്തോടു കൂടെ അതിനൊരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടെയാണ് MDG സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഏതൊക്കെയാണ് 8 MDG എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ നോക്കാം. Eradicate extreme poverty and hunger, first one. Second one, achieve universal primary education. Third one, promote gender equality and empower women. Fourth one, reduce child mortality. And fifth one, improve maternal health. And sixth one, combat HIV, AIDS, malaria, and other diseases. Seventh one, ensure environmental sustainability. Eighth one, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. എന്തെങ്കിലും ഒരു കഥയ്ക്ക് ആക്കിയിട്ട് ഇത് കറക്റ്റ് അതിന്റെ ഓർഡറിൽ ഓർത്തു വെക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കറക്റ്റ് ആയിട്ട് ഏത് ഗോളാണ്, ഒന്നാമത്തെ ഗോൾ 1, ഗോൾ 2, ഗോൾ 3, ഗോൾ 4, ഇതിനൊക്കെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന മാർക്കാണ്. നിങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ ട്രൈ ടു ടേക്ക് എ പ്രിന്റ് ഔട്ട്, ഇതിന്റെ ഒരു പിക്ചർ പ്രിന്റ് ഔട്ട് എടുക്കുക, ട്രൈ ടു പേസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ സ്റ്റഡി ടേബിൾ. അതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്തായിട്ട് SDG ഗോൾസും 17 ഒന്ന് പ്രിന്റ് എടുക്കുക, അതും ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. ഡെയിലി ഇങ്ങനെ കാണുമ്പോൾ തന്നെ ആ ഒരു എക്സ്പോഷറിൽ തന്നെ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ആ ഒരു നമ്പേഴ്സും അതിന്റെ കണ്ടന്റ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കയറാനും മതി. ഒറ്റയ്ക്കിരുന്ന് ഒറ്റയിരിപ്പിന് പഠിക്കൽ പ്രയാസമാണെങ്കിൽ ട്രൈ ടു സ്റ്റഡി ലൈക്ക് ദാറ്റ്. ഓക്കെ, ഞാനൊരു ചെറിയ കഥ വെച്ചാണ് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. കുറച്ച് മുന്നേ പോയിട്ട് ഫീൽ ചെയ്യും, ബട്ട് ഹവർ ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റഡി ഇറ്റ് വിൽ ഹെൽപ്പ്. ഐ തിങ്ക് സോ. ഞാൻ ഇങ്ങനെ പഠിച്ചിരുന്നത്, രാമു ഒരു ചെറിയ കുട്ടിയാണ്. വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു കുടുംബത്തിൽ നിന്നാണ് ആ കുട്ടി വരുന്നത്. ഒരു പോവർട്ടി ഒന്നും ഇല്ലാത്തൊരു ജീവിതം രാമു സ്വപ്നം കണ്ടു. MDG 1 അവിടെ കവർ ചെയ്യാണ്, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. ഇതാണ് രാമുവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ രാമു ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, എല്ലാവരും സ്കൂളിൽ പോകണം, വിദ്യാഭ്യാസം വളരെ പ്രധാനമാണെന്നുള്ളൊരു തിരിച്ചറിവ് രാമുവിന് ഉണ്ടാകുന്നു. രാമു സ്കൂളിലേക്ക് പോകുന്നു. എല്ലാ കുട്ടികളും വിദ്യാഭ്യാസം ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് രാമു ഉറച്ചു വിശ്വസിക്കുന്നു. അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് രാമു സ്കൂളിലേക്ക് പോകുന്നു. MDG 2.
സ്കൂളിൽ പോയപ്പോൾ രാമുവിന് ഒരു പുതിയ തിരിച്ചറിവ് ഉണ്ടാകുകയാണ്. അത്ര കാലം വീട്ടിൽ കണ്ടിരുന്ന ഒരു സെനാരിയോ അല്ല സ്കൂളിലുള്ളത്. സ്കൂളിൽ പഠിപ്പിക്കുന്നതാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിലും ജെൻഡർ ഇക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ഗേൾസും ബോയ്സും ഒരുപാട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് കാണുന്നു. ജെൻഡർ ഇക്വാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രാമന്റെ ഒരു മനോഭാവം ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ. അങ്ങനെ കുറച്ച് കാലങ്ങൾ കടന്നുപോയി. രാമന്റെ അമ്മ പ്രഗ്നന്റ് ആയി. അൺഫോർച്ചുനേറ്റ്ലി ഒരു കുട്ടി നഷ്ടപ്പെട്ടു. ദിസ് ഇസ് ഓൾ ഫോർ ദ സേക്ക് ഓഫ് സ്റ്റഡി. കുട്ടി നഷ്ടപ്പെടുന്നു. ആ സമയത്ത് ഇങ്ങനെ ഇനി ഇനി എന്റെ ഗ്രാമത്തിൽ ദാരിദ്ര്യം കൊണ്ടോ മറ്റോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടോ മറ്റോ ഒരു കുഞ്ഞു മരിച്ചു പോകരുതെന്ന് രാമു മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നു. റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. ആ ഒരു ഡെലിവറിന്റെ സമയത്തുണ്ടായ കോംപ്ലക്സിറ്റീസ് കാരണം രാമുവിന്റെ അമ്മയും ഒരുപാട് വൈകാതെ തന്നെ മരണപ്പെട്ടു പോവുകയാണ്. അവിടെ രാമു മദർഹുഡ് കുറച്ചുകൂടെ സേഫർ ആകണം എന്ന് രാമു ആദ്യമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, MDG5. മെറ്റേണൽ ഹെൽത്തിന് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് MDG5 വരുന്നത്. ആൻഡ് ദെൻ അങ്ങനെ 6ാമത്തെ വയസ്സിൽ രാമുവിന്റെ നാട്ടിൽ പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും ഉണ്ടായിട്ടില്ല. രാമുവിന്റെ 6ാമത്തെ വയസ്സിൽ, ദാറ്റ് മീൻസ് MDG6, ആ നാട്ടിലാകെ ഒരു മലേറിയ പടർന്നു പിടിക്കുകയാണ്. അങ്ങനെ ആ രോഗങ്ങളോടൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അവരുടെ മുമ്പിൽ ഉണ്ടാവുകയാണ്. കോംബാറ്റ് HIV, AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. അങ്ങനെ ഒരു പോയിന്റിൽ രാമു റിയലൈസ് ചെയ്യാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ സാധനങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ഇറ്റ് മേ ബി ത്രൂ നമ്മളുടെ ഈ കണ്ടീഷൻ അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ടാണ്. സോ എൻവയൺമെന്റിനെ കൃത്യമായിട്ട് കൺസേർവ് ചെയ്യുക, ഇനി വരുന്ന തലമുറയ്ക്ക് കുറച്ചുകൂടെ ഉഷാറായിട്ട് ഫ്യൂച്ചറിൽ അവർക്ക് ജീവിക്കാനും മതിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുക. അപ്പോൾ അതൊക്കെ പ്രധാനമാണെന്നുള്ളത് കൊണ്ട് അവർ എൻഷുർ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ വരുന്നു. ആൻഡ് ഫൈനലി ഈ നാട് വികസിക്കാനും നാടിന് പ്രോഗ്രസ് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ആയിട്ട് കൊളാബ് ചെയ്ത് അവരൊക്കെ ആയിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യാം എന്നൊരു ധാരണയിലേക്ക് രാമു വളർന്നു വരാൻ. ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഇതാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള, എനിക്ക് ഈസിയസ്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു വേലയാണ് സെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു കഥ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം. ജസ്റ്റ് അതല്ലാണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ, 8 ഉള്ളൂ. SDGക്ക് ആണെങ്കിലാണ് കുറച്ചുകൂടെ അധികം ഉള്ളത്. ഇതല്ലാത്ത രീതിയിൽ ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഒരു കുഴപ്പമില്ല. നോ ഒഫൻസ്. ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. ഒന്നാമത്തെ കാര്യം ദാരിദ്ര്യവും ഹങ്കറും കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാം. പ്രൈമറി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യുക, യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. തേർഡ് വൺ ജെൻഡർ ഇക്വാലിറ്റി, എംപവർ വുമൺ, അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഫോർത്ത് വൺ ചൈൽഡ് മോർട്ടാലിറ്റി, കുട്ടികൾ മരണപ്പെടുന്നത്, അത് ഇൻഫന്റ് മോർട്ടാലിറ്റി ഇല്ലാണ്ടാക്കുക. ആൻഡ് മെറ്റേണൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. ആൻഡ് സിക്സ്ത് വൺ കോംബാറ്റ് HIV, AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. സെവൻത് വൺ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്യുക. ആൻഡ് എയ്ത്ത് വൺ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഇതാണ് 8 MDG ഗോൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. നമ്മൾ പറഞ്ഞു MDG കഴിഞ്ഞ ഉടനെ 2015 യുണൈറ്റഡ് നേഷൻ മെമ്പർ സ്റ്റേറ്റ്സ് 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇന്റർനാഷണൽ ഡെവലപ്മെന്റൽ ഗോൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസ്. നമ്മളുടെ സൂം മീറ്റിംഗ് അവസാനിക്കുന്ന ടൈം ആയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഇവിടെ വാർണിംഗ് സൈൻസ് വരുന്നുണ്ട്, ലെസ് ദാൻ 1 മിനിറ്റ് ആണ് ഇനി മുമ്പിലുള്ളത്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുനേരം കൂടെ പോവാം. ഞാൻ ഒന്നുകൂടെ ഒരു ലിങ്ക് സെൻഡ് ചെയ്യാം. ഇഫ് യു ആർ ഓക്കെ, ഐ കൻ സെൻഡ് വൺ മോർ ലിങ്ക്. ഇതിപ്പോ ഓഫ് ആകും, അതുകൊണ്ടാണ്. നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ വി കൻ പ്രൊസീഡ്. ഓക്കെ. താങ്ക് യു. സോ ഐ കൻ സെൻഡ് വൺ മോർ ലിങ്ക്. തൽക്കാലം ഇത് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്.